മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർക്കാതെ കുരുമുളകും പച്ചമുളകും ഒക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പി. ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ അപാര കോമ്പിനേഷനാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയും അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം കസ്തൂരി മേത്തി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇത് 1 ടീസ്പൂണ് പെരിഞ്ചീരകം, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ട് നുറുക്കിയെടുത്തത്. എരിവിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ട, 2 പീസ് ഗ്രാമ്പൂ, വലിയൊരു കൈപ്പിടി മല്ലിയിലയും അതിൻ്റെ നേർ പകുതി മതി പുതിനയില. ഇവയെല്ലാം കൂടെ നമുക്ക് ഇളക്കി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മല്ലിയിലയും പുതിനയിലയും എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവോളയാണ് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവോളയൊന്ന് വഴറ്റി ചെറുതായിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഉള്ളിയുടെ നിറമൊക്കെ മാറി ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടികളായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പൊടികളൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ ഒക്കെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരച്ച സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അരച്ച പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 750 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവയെല്ലാം കൂടെ ഇനി നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ടും ചിക്കനുമായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ചിക്കനിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്നും നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ പച്ചമുളകും കുരുമുളകിൻ്റെ എരിവൊക്കെ മുന്നിട്ട് നിൽക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ചിക്കൻ്റെ പീസസ് ഒക്കെ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം ചെറിയ ചൂടുവെള്ളമാണ് മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടെ ഇളക്കി നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനും. ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരുമ്പോഴാണ് ചിക്കനിലോട്ട് ആ മസാലയൊക്കെ പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിലോട്ട് ഈ കറി കിട്ടുകയുള്ളൂ. കറിയുടെ ചാറൊക്കെ വറ്റി പീസസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 8 പീസോളം കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. രുചികരമായ ഗ്രീൻ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല തിക്കായിട്ട് വരും. ചൂടാറിയ ശേഷം നമ്മൾ സെർവ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിക്കൻ്റെ റെസിപ്പി. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.